ഇറാനിൽ നിന്നൊരു പുതിയ ദൃശ്യം വരികയാണ്. ആ ദൃശ്യമാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിന്റെ സ്ക്രീനിൽ കാണുന്നത്. ഒരു വിമാനം തകർക്കപ്പെടുന്നതിന്റെ പുതിയ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സാറ്റലൈറ്റ് ഇമേജ് ആണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇറാനിലേക്ക് വീണ്ടും അറ്റാക്ക് തുടരുകയാണ്. അതേസമയം ഇറാൻ സമ്മർദ്ദത്തിന്റെ ഭാഗമായി മറ്റ് ഗൾഫ് മേഖലകൾ, മറ്റ് രാജ്യങ്ങളിലെ, മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾക്കുൾപ്പെടെ നേരെ ആക്രമണം തുടരുന്നു. അതിനിടയിലാണ് ഇറാനിൽ ആക്രമണം നടത്തപ്പെട്ടതിന്റെ ഒരു പുതിയ ദൃശ്യം കൂടി വരുന്നത്. സുരേഷ് ഉള്ളിവിനോട്. സുരേഷ്, ഈ ദൃശ്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയുമോ? ഇപ്പോൾ ഇതോടൊപ്പം തന്നെ ദുബായിൽ നിന്ന് പുതിയൊരു ആക്രമണത്തിന്റെ വീഡിയോ കൂടി വരുന്നുണ്ട്. രണ്ടിടങ്ങളിലാണ് ഇപ്പോൾ ദുബായിൽ വലിയ സ്ഫോടനം ഉണ്ടായിട്ടുള്ളതായി വിവരം വരുന്നത്. ഒന്ന് ഇന്റർനാഷണൽ സിറ്റിയിൽ 5 കെട്ടിടങ്ങളുടെ ഭാഗത്തു നിന്നും സ്ഫോടനം ഉണ്ടായി എന്നുള്ളതാണ് അറിയിപ്പ്. അതോടൊപ്പം തന്നെ കിസൈസിൽ വലിയ ശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട്. കിസൈസിൽ ഒന്നിലധികം മിസൈലുകൾ വരുന്നതും അത് ആകാശത്ത് വെച്ച് നിർവീര്യമാക്കുന്നതിൻ്റെയുമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ലക്ഷ്യം വെച്ചുകൊണ്ട് പല മേഖലകളിലൂടെ ആക്രമണം നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു പുതിയ വിവരമാണല്ലോ. വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു പുതിയ വിവരമാണല്ലോ. ഇപ്പോൾ ദുബായിൽ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണം, നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ്. ഒരു വലിയ ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട സിറ്റിയാണ്. നമ്മുടെ നിരവധി ആളുകളുള്ള സ്ഥലമാണ്. ഇവിടെ വീണ്ടും സ്ഫോടനം ഉണ്ടാകുന്നതെന്ന് നമ്മൾ സ്വാഭാവികമായി ആശങ്കപ്പെടുത്തുകയാണ്. ഇന്റർനാഷണൽ സിറ്റിയും അതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളും എങ്ങനെയാണ്? ഇന്റർനാഷണൽ സിറ്റി ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും വലിയ അകലത്തിലുള്ള ഒരു സ്ഥലമല്ല. മാത്രമല്ല, ഇന്റർനാഷണൽ സിറ്റി അൽ അവീർ എന്നൊക്കെ പറയുന്നത് അൽ അവീറിൻ്റെ അടുത്താണ് UAE-യുടെ സൈനിക പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ആ ഒരു മേഖലകളിലാണ് തുടർച്ചയായിട്ട് ആക്രമണം ഉണ്ടാകുന്നത്. ഉച്ചയ്ക്ക് മുൻപൊക്കെ അവിടെ നിന്നും സ്ഫോടനം നമുക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അത്യുഗ്ര സ്ഫോടനമാണ് അല്പം മുൻപുണ്ടായത്. 5 സ്ഫോടനങ്ങളാണ് ഈ മേഖലയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അൽ കിസൈസ് മേഖലയിൽ NMC ഹോസ്പിറ്റലൊക്കെ ഉള്ള ഒരു മേഖല, അതിൻ്റെ പുറകിലായിട്ടും ആകാശത്ത് നമുക്ക് ഇതേപോലെ തന്നെ ഈ ആക്രമണത്തിൻ്റെതായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കാണുന്നുമുണ്ട്. ഇത് രണ്ടും ഇപ്പോൾ ഈ ദുബായ് നഗരത്തിൽ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് വിമാനത്താവളത്തിന് ചുറ്റുമുള്ള, അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലാണ്. അൽ ഖിയാദ അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിറ്റി, അൽ അവീർ, കിസൈസ്, അൽനാദ 2 എന്നൊക്കെ പറയുന്ന ഈ പ്രദേശങ്ങളിലൊക്കെയാണ് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആർക്കെങ്കിലും പരിക്കേറ്റതായി വിവരമുണ്ടോ? ആ മേഖലയിൽ ആക്രമണ സാധ്യത നേരത്തെ ഉണ്ട് എന്ന സാഹചര്യത്തിൽ ആളുകളോട് മാറാൻ പറഞ്ഞിരുന്നോ? അതോ ഇത് ഒഫീഷ്യൽസിന്റെ ഒരു ഔദ്യോഗിക മേഖലയാണോ, സൈനിക മേഖലയാണോ? അല്ല, ഇത് സൈനിക മേഖലയല്ല. അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന് പറയുന്നത് പാസഞ്ചർ എയർപോർട്ട് തന്നെയാണ്. ഏറ്റവും GCC-യിലെ തന്നെ ഏറ്റവും തിരക്കേറിയിട്ടുള്ള വിമാനത്താവളമാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം. ആ വിമാനത്താവളത്തിലേക്ക് തന്നെയാണ് പല മേഖലകളിലൂടെ ഇപ്പോൾ അൽ ഖിയാദ എന്ന് പറയുന്നത് തീർച്ചയായും അത് കടലിനോട് ഭാഗം ചേർന്ന് കിടക്കുന്ന, അല്ലെങ്കിൽ കടലിൻ്റെ ഭാഗത്തേക്ക് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ആ ഭാഗത്തൂടെ ആക്രമണം ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ ഇന്റർനാഷണൽ സിറ്റി എന്ന് പറയുമ്പോൾ ഈ കാണുന്ന, ഇപ്പോൾ ആകാശത്ത് ഈ കാണുന്ന ദൃശ്യങ്ങൾ, അത് കിസൈസ് മേഖലയിൽ നിന്നുമുള്ള ദൃശ്യങ്ങളാണ്. കിസൈസ് എന്ന് പറയുന്നത് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ടെർമിനൽ 2 ചേർന്നിട്ടുള്ള ഭാഗമാണ്. അവിടെ നിന്നും കാണുന്ന ദൃശ്യങ്ങളാണിത്. ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം ഒന്നിലധികം ആക്രമണ ശ്രമങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അത് ആകാശത്ത് വെച്ച് നിർവീര്യമാക്കുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ താഴത്തേക്ക് വീഴുന്ന, പതിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്നിട്ടുള്ള ആക്രമണത്തിന്റെ ദൃശ്യം തന്നെയാണ്. ഒട്ടും ഒരു 5 കിലോമീറ്റർ പോലും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന, ഇപ്പോൾ സുരേഷ് വിശദീകരിച്ച പോലെ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ദൃശ്യമാണ്. ദുബായിൽ വീണ്ടും സ്ഫോടനങ്ങൾ ഉണ്ടാവുകയാണ്. നമ്മളെ സംബന്ധിച്ചും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒന്നാണത്. ഇന്റർനാഷണൽ സിറ്റിയിലും ഗിസൈസ് മേഖലയിലും ഉഗ്രസ്ഫോടനം ഉണ്ടായ ദൃശ്യങ്ങളാണ്. ദൃശ്യങ്ങൾ